ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് നമ്മളോട് പറയുക: ഷയാൽത്തിയേലിൻ്റെ മകനും എൻ്റെ ദാസനുമായ സെറുബാബേലേ, അന്ന് ഞാൻ നിന്നെ എൻ്റെ മുദ്ര മോതിരം പോലെയാക്കും. എന്തെന്നാൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകളാണിത്. വളരെ സ്നേഹത്തോടെ ദേവാലയം പുതുക്കിപ്പണിയാൻ തയ്യാറെടുക്കുന്ന ജനത്തെ നോക്കിയിട്ട് ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ പ്രവാചകൻ പറയുകയാണ്. ഷയാൽത്തിയേലിൻ്റെ മകനും എൻ്റെ ദാസനുമായ സെറുബാബേലേ, അന്ന് ഞാൻ നിന്നെ എൻ്റെ മുദ്ര മോതിരം പോലെയാക്കും. എന്തെന്നാൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദേവാലയം പണിയാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സഹോദരനോട്, തകർന്നു കിടക്കുന്ന ദേവാലയത്തെ പുനരുദ്ധരിക്കാൻ മുന്നിട്ടിറങ്ങി വന്ന ഈ ദാസനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന വാക്കുകൾ: നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ ഞാൻ എൻ്റെ മുദ്ര മോതിരം പോലെയാക്കും. ആരെയാണ്, എപ്പോഴാണ് തിരഞ്ഞെടുക്കുക, ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് തിരഞ്ഞെടുക്കുക, നമുക്ക് കാര്യമായിട്ട് അറിയത്തില്ല. പക്ഷെ കർത്താവിൻ്റെ കണക്കുകൂട്ടലുകൾ, കർത്താവിൻ്റെ പദ്ധതികൾ അതെത്രയോ വിസ്മയകരമാണ്, അതെത്രയോ വളരെ ആഴമുള്ളതാണ്. നമുക്കറിയാം, കുറേ അധികം പേരെ കർത്താവ് മുൻകാലങ്ങളിൽ വിളിച്ചിട്ടുള്ളത്. മോശയെ വിളിച്ചു. മോശ തീർത്തും ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു സാഹചര്യത്തിലാണ് വിളിച്ചത്. അത്ര വലിയ കഴിവ് മോശയ്ക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കതിനില്ല എന്ന് തന്നെയാണ് ഉത്തരം. സംസാര പാഠവും പോലും ഇല്ലാത്ത, വിക്കുള്ള, കുറവുകളുള്ള, ഒത്തിരി ദേഷ്യ സ്വഭാവമുള്ള മോശയൊക്കെ വിളിച്ചിട്ട് വലിയ ദൗത്യം ദൈവം ഏൽപ്പിക്കുകയാണ്. അതുപോലെ ജെറമിയ ബാലനായിരുന്നു, ഒന്നും അറിയത്തില്ല. പക്ഷേ കർത്താവ് അങ്ങ് തെരഞ്ഞെടുത്തിട്ട് വിളിക്കുകയാണ്, ഏൽപ്പിക്കുകയാണ് ദൗത്യം. പിഴുതെറിയാൻ, ഇടിച്ചു തകർക്കാൻ, നട്ട് വളർത്താൻ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ജെറമിയായെ അങ്ങോട്ട് ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഓരോരുത്തരെയും, പാവപ്പെട്ട മുക്കുവന്മാരെ ഓർത്ത് നോക്കി, അവർ സാധാരണക്കാരായിരുന്നു. ഒന്നും കാര്യമായിട്ട് ഒരു യോഗ്യതയും അവർക്കില്ല എങ്കിലും അവരെ ഇതാ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. അവരെ അങ്ങ് ഏൽപ്പിക്കുകയാണ് ദൗത്യം. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇതുപോലെ ഓരോരുത്തരെയും, പൗലോസ്ലിഹായെ ഓർത്തെ, പാപികളിൽ ഒന്നാമനാണ് പൗലോസ്ലിഹ എന്നാണ് പറയുക. അങ്ങനെ തന്നെയാണ് സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ഇങ്ങനെയുള്ള പൗലോസ്ലിഹായെ വിളിച്ചിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം ഒന്ന് ഓർത്തു നോക്കിയേ. എത്ര വലിയ കാര്യങ്ങളാണ് പൗലോസ്ലിഹ ചെയ്തത്, സത്യമല്ലേ? അപ്പോൾ നിസ്സാരരായ മനുഷ്യരെ തിരഞ്ഞെടുത്തിട്ട് കർത്താവ് വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ മനസ്സിൽ ശക്തമായ ഒരു പദ്ധതിയും ശക്തമായൊരു പ്ലാനും സ്നേഹത്തോടെയുള്ള ഒരു ഭാവി കർത്താവ് കാണുന്നത് കൊണ്ട് തന്നെ കുറവുകളിലേക്കൊന്നും നോക്കിയില്ല. അവരുടെ മനസ്സ്, സ്നേഹിക്കാൻ പറ്റുന്നൊരു മനസ്സ്, വിശ്വസിക്കാൻ പറ്റുന്നൊരു മനസ്സ്, വിശ്വസ്തതയുള്ളൊരു ഹൃദയം, അതുമാത്രമേ കർത്താവ് ശ്രദ്ധിച്ചിട്ടുള്ളൂ. കർത്താവ് അവരെ അങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ നിന്നെ എൻ്റെ മുദ്ര മോതിരം പോലെയാക്കും. ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെ. മുദ്രമോതിരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു രാജാവിൻ്റെ അധികാര ചിഹ്നമാണ്. രാജാവിൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ്, ചിഹ്നമാണ്. മുദ്രമോതിരം അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കേ പുറത്തെടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യത്തുള്ളൂ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോസഫിൻ്റെ അനുഭവം. 41-ാമത്തെ അധ്യായത്തിലൊക്കെ ജോസഫിൻ്റെ അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി സഹിച്ചായിരുന്നു ജോസഫ്, ഇല്ലേ? പാവം ജോസഫ് എന്തോരം സഹിച്ചു. സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് തന്നെയും സഹിച്ചു, ഒരുപാട് ക്ഷമിച്ചു, ഒരുപാട് സ്നേഹിച്ചു, അധ്വാനിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ജോസഫിനെ ആ സഹനങ്ങളുടെയൊക്കെ ഒരു അവസാനം എന്ന പോലെ ഒരു വലിയ ഉയർച്ചയിലേക്ക് ദൈവം നയിക്കുകയാണ്. തെറ്റ് ചെയ്യാതിരുന്നിട്ടും ജോസഫ് ജയിലിലൊക്കെ കിടന്നു, ഓർക്കുന്നില്ലേ? എന്നിട്ട് ഈ ജോസഫിനെ കർത്താവ് ഉയർത്തുകയാണ്. ഈജിപ്തിൻ്റെ അധികാരിയായിട്ടാണ് ഉയർത്തണത്. ചെറിയ നിലവാരത്തിലല്ല, ഉയർന്ന നിലവാരത്തിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് ജോസഫിനെ ഉയർത്തുകയാണ് നല്ല ദൈവം. ഈജിപ്തിലെ അധികാരി വന്നിട്ട് കയ്യിൽ കിടന്നിരുന്ന മുദ്രമോതിരം ഊരിയിട്ട് ജോസഫിൻ്റെ കൈവിരലുകളിൽ ഇട്ട് കൊടുത്തിട്ട് പറയാൻ, നിന്നെ ഞാൻ ഈജിപ്തിൻ്റെ മുഴുവൻ അധിപനാക്കി മാറ്റുകയാണ്. മുദ്രമോതിരം എന്നൊക്കെ പറഞ്ഞാൽ ഒരടയാളമാണ്. രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിലെ അവകാശങ്ങളുടെയൊക്കെ ഒരു വലിയ അടയാളം.
അത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ രാജാവിൻ്റെ കയ്യിലുള്ള നിധി ശേഖരത്തിൻ്റെയൊക്കെ ഒരു വ്യക്തമായ അടയാളം എന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതനുസരിച്ച് ആ നിധിശേഖരത്തിൻ്റെ വലുപ്പം അല്ലെങ്കിൽ അതിൻ്റെ ആഴമൊക്കെ അനുസരിച്ച് ഈ മുദ്രമോതിരത്തിൻ്റെ വിലയും അതിൻ്റെ മൂല്യവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഓർക്കുന്നു, ഈ ജോസഫിൻ്റെ കൈകളിൽ ഈ മോതിരം ഇട്ട് കൊടുത്തിട്ട് നിന്നെ ഞാൻ ഈജിപ്തിൻ്റെ അധിപനാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയൊരു സ്ഥാനത്തേക്ക് ജോസഫിനെ ഉയർത്തുകയാണ്. ഇനി ജോസഫിൻ്റെ മേലെ നിൽക്കാൻ ആരുമില്ല. സകല ശക്തിയും സകല കഴിവും സകല സ്വാതന്ത്ര്യവും ഈ ജോസഫിന് അവിടെ നൽകപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നോക്കിയിട്ട് ഇന്ന് നേരെ നോക്കിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. കുഞ്ഞെ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. കുഞ്ഞെ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, എന്നിട്ടോ നിന്നെ ഞാൻ എൻ്റെ മുദ്രമോതിരം പോലെ ആക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് കർത്താവ് നിന്നെ ഉയർത്തുകയാണ്. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റാത്ത, ആർക്കും നിന്നെ തള്ളി പുറകോട്ടേക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ഞാൻ മുദ്രമോതിരം പോലെ ആക്കി മാറ്റുകയാണ്. ഞാൻ ഓർക്കാണ്, ഞങ്ങളുടെ സഭ സ്ഥാപിച്ച, ഞങ്ങളുടെ MSMI മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്, ഈ സഭ സ്ഥാപിച്ച മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ ഒരു സാധാരണ ഇടവക വൈദികനായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കുളത്തുവയൽ ഇടവകയുടെ ഒരു വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് അച്ഛന് ഒരു ദൈവിക ചിന്ത അല്ലെങ്കിൽ ദൈവിക പ്രചോദനം ലഭിക്കുക. കുറച്ച് സിസ്റ്റേഴ്സിനെ ഈ കുടുംബ സന്ദർശനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളർത്തിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം ഉണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ സിസ്റ്റേഴ്സിന് എളുപ്പത്തിൽ സാധിക്കും എന്നൊരു ചിന്ത അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അത് പിന്നെയും പ്രാർത്ഥിച്ചു. ഞാൻ ഓർക്കും, അച്ഛൻ ആ ഒരൊറ്റ ചിന്തയെ അല്ലെങ്കിൽ ആ ഒരു വലിയ ചിന്ത ശകലത്തെ കർത്താവിൻ്റെ കൈകളിൽ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കർത്താവിൻ്റെ കയ്യൊപ്പ് കിട്ടിയിട്ടുള്ളൊരു ചിന്തയായിരുന്നതുകൊണ്ട് തന്നെ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനും കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുകയാണ്. 1962 ഞങ്ങളുടെ സഭ സ്ഥാപിക്കപ്പെട്ടു. സാധാരണക്കാരെ പോലെ ജീവിച്ച ഒരു വന്യ വൈദികൻ, എന്നാൽ ഒരുപാട് വിശുദ്ധിയുള്ള, ഒരുപാട് ദൈവത്തോട് സ്നേഹമുള്ള, ദൈവത്തിൻ്റെ മുൻപിൽ മണിക്കൂറുകൾ ചെലവിടുന്ന, ദൈവത്തെ ഒത്തിരി ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ അന്ന് ആരംഭിച്ച സഭ ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ, ഇന്ന് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനൊക്കെ ഈ നവീകരണ മേഖലയിൽ വളർത്തിയെടുക്കാനും ശുശ്രൂഷകൾ ചെയ്യാനൊക്കെ അച്ഛൻ ഒരുക്കിയെങ്കിൽ ഞാൻ എന്നും ഓർക്കുന്നൊരു വചനമുണ്ട്. കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ: ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും. കർത്താവിനുണ്ടായിരുന്ന എല്ലാ കഴിവുകളും ഈ ഭൂമിയിൽ ഈശോ ജീവിച്ചപ്പോൾ, പരസ്യ ശുശ്രൂഷ ചെയ്തപ്പോൾ ഏതൊക്കെ രീതിയിൽ ശുശ്രൂഷ ചെയ്തിരുന്നുവോ അത് മുഴുവനും ചെയ്യാൻ, വചനം പ്രഘോഷിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, തളർന്നവരെ ബലപ്പെടുത്താൻ, പിന്നെന്താണ്, മനസ്സ് വേദനിച്ച് വരുന്നവരെ ആശ്വസിപ്പിക്കാൻ, ഏത് രീതിയിലൊക്കെ ഈശോ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ വേദനിക്കുന്നവരെ കണ്ട് അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്തി അവരെ ഈശോയിലേക്ക് നയിക്കാൻ അന്ന് അച്ഛൻ തുടങ്ങി വെച്ച ആ സഭ ഇന്ന് 800-ൽ പരം സിസ്റ്റേഴ്സുണ്ട് കോൺഗ്രിഗേഷനിൽ. ഒറ്റ ഒരു വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിച്ച കാര്യം, ഒരൊറ്റ വ്യക്തിയിലൂടെ ഇന്ന് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൻ കാര്യങ്ങൾ. ഒരാൾ മതി കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിന് ഒന്ന് സമ്മതിച്ചു കൊടുക്കാൻ. എത്ര വലിയ കാര്യങ്ങളാണ് കർത്താവ് ചെയ്യുക. തെരഞ്ഞെടുക്കപ്പെട്ടാൽ, കർത്താവ് വിളിച്ച് സ്വന്തമാക്കിയാൽ പിന്നെ വളർത്തുന്നതിനും ഉയർത്തുന്നതിനും പരിധികളില്ല കേട്ടോ. കർത്താവിന് നിന്നെ വളർത്താൻ, നിന്നെ ഉയർത്താൻ ഒരു പരിധിയും കർത്താവ് വെക്കുകയല്ല. അത്രയും നിന്നെ സ്നേഹിക്കുകയാണ്, അത്രയും നിന്നെ ചേർത്ത് പിടിക്കാനും ഉയർത്താനും നല്ല ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും പരാജയപ്പെട്ട് പുറകോട്ട് പോകാൻ നിൻ്റെ ദൈവം അനുവദിക്കുകയല്ല. ഒരിക്കലും എനിക്ക് കഴിവില്ലേ, എനിക്കറിയില്ലേ, എന്നെക്കൊണ്ട് കഴിയില്ലേ, അങ്ങനെ പറഞ്ഞിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര കുറവുള്ളവനാണെങ്കിലും കുറവ് നോക്കിയിട്ടല്ലല്ലോ കർത്താവ് തിരഞ്ഞെടുത്തത്. നിൻ്റെ കഴിവുകേടുകൾ കണ്ടിട്ടല്ലല്ലോ കർത്താവ് തിരഞ്ഞെടുത്തത്. നിൻ്റെ മനസ്സ്, നിൻ്റെ ഹൃദയം, അത് മാത്രം മതി കർത്താവിന്. ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്? എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഹൃദയം വായിച്ചറിയാൻ ദാവീദിനും കഴിഞ്ഞിട്ടുണ്ട്. ദാവീദിൻ്റെ ഹൃദയത്തിൽ എന്താ ഉള്ളതെന്ന് കർത്താവിന് മനസ്സിലായി. 2 പേർക്കും തമ്മിലുള്ള ഒരു വലിയ ബന്ധം, ഒരു പരസ്പര ബന്ധം. കർത്താവ് ഹൃദയത്തെ മനസ്സിലാക്കുന്നു, എന്നിട്ട് അങ്ങ് തിരഞ്ഞെടുക്കുന്നു, എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും. മുദ്രമോതിരം പോലെയാക്കും. ഈ മുദ്രമോതിരം
നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാമോദീസ സ്വീകരിച്ചപ്പോൾ കർത്താവ് തന്നു കഴിഞ്ഞു. സത്യമല്ലേ ഞാൻ പറയണത്? മാമോദീസ സ്വീകരിച്ചപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു, ഈ മോൻ ഈ മോള് എൻ്റെ സ്വന്തമാണ്, എൻ്റെ മാത്രമാണ്. കർത്താവ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ മുദ്ര ആർക്കും അയച്ചു കളയാൻ പറ്റുകയില്ല. അതെങ്ങനെ നമ്മൾ എവിടെ പോയാലും ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്താലും ആ ഒരു മുദ്ര എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. എൻ്റെ ഹൃദയത്തിൽ മായ്ച്ചു കളയാൻ പറ്റാത്ത പോലെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നീ എൻ്റെ സ്വന്തമാണ്, ഈ കുഞ്ഞ് എൻ്റെ സ്വന്തമാണ്, ഈ കുഞ്ഞ് എൻ്റെ മാത്രമാണ്. കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകനും മകളുമാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഓരോ സഹോദരനും സഹോദരിയും. മാമോദീസയൊക്കെ സ്വീകരിച്ചപ്പോൾ ഈ വലിയൊരു കൃപയിലേക്ക് കർത്താവ് നമ്മൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു കാര്യമുണ്ട് അഭിമാനിക്കാൻ. നമുക്ക് എത്ര സന്തോഷിക്കാൻ വകുപ്പുണ്ട്, നമുക്ക് എത്രയധികം സമാധാനം അനുഭവിക്കാൻ അവസരങ്ങളുണ്ട്. നല്ല ദൈവത്തിൻ്റെ കൂടെ നടക്കാനും ആ സാന്നിധ്യം അനുഭവിക്കാനും ആ സാമീപ്യം നുകരാനും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് സഹായകരമാക്കി മാറ്റുകയാണ്. ആരുടെയും പുറകിലേക്ക് മാറി നിൽക്കേണ്ടവരല്ല, മറിച്ച് നമ്മൾ മുന്നോട്ട് തന്നെ കർത്താവ് നയിക്കുന്ന വഴികളിലൂടെ, കർത്താവ് ഒരുക്കി തരുന്ന പദ്ധതിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കുകയാണ്. എല്ലായ്പ്പോഴും ഈ തെരഞ്ഞെടുപ്പ് നമുക്കൊരു വലിയ പുറകിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഒരു ശക്തി ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും. കുഞ്ഞെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട് കേട്ടോ, അധ്വാനത്തിലും വിശ്രമത്തിലും ഒക്കെ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എല്ലാ സമയവും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കർത്താവ് ഒരിക്കലും നമ്മളെ ഒറ്റയ്ക്കാക്കുകയല്ല, ഒരിക്കലും ഒറ്റയ്ക്കാക്കുകയല്ല. എൻ്റെ യെസ്സോ നോയോ ഒന്നും കർത്താവിന് ആവശ്യമില്ല. മോളെ, ഇത് ചെയ്യാവോ, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തോട്ടെ, ഈ ഒരു കാര്യം ഏൽപ്പിച്ചോട്ടെ, അങ്ങനെ ചോദിക്കുന്ന പ്രശ്നമൊന്നുമില്ല. കർത്താവ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ദൗത്യം ഏൽപ്പിച്ചാൽ പിന്നെ അതങ്ങ് മുന്നോട്ട് ചെയ്യാനുള്ള വഴികളും കർത്താവ് ഒരുക്കി തരികയാണ്. അതുകൊണ്ടാണ് പറയണത്, ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും. നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെ. ഒരാൾക്കും ഈ മോതിരത്തിൻ്റെ ശക്തി, കഴിവ് അത് നഷ്ടപ്പെടുത്താൻ പറ്റുകയില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ ഞാൻ നിങ്ങൾക്ക് പാമ്പുകളുടെയും തേളുകളുടെയും തിന്മയുടെ എല്ലാ ശക്തികളുടെയും മേൽ മുഴുവൻ അധികാരവും തന്നിരിക്കുകയാണ്. മുഴുവൻ അധികാരവും തന്നിരിക്കുകയാണ്. ഈ ലോകത്തിൽ ആരുണ്ട് ഇതുപോലെ അധികാരം സ്വീകരിക്കാൻ? ഇത്രയും വലിയൊരു അധികാരം നമുക്ക് കിട്ടിയിട്ട്, ഇത്രയധികം ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ട്, പിന്നെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വരുമ്പോൾ തളർന്നു പോകേണ്ട വല്ല കാര്യമുണ്ടോ? കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് നഷ്ടധൈര്യരാകേണ്ട വല്ല ആവശ്യമുണ്ടോ? ചെറിയ കാര്യം വരുമ്പോഴേക്കും ചിലരെ സംബന്ധിച്ച് കരഞ്ഞ് അങ്ങ് തകർന്നു പോവാണ്. ചെറിയൊരു രോഗം, ഒരു ജലദോഷം വന്നാൽ മതി ചിലരെ സംബന്ധിച്ച്, പിന്നെ മൊത്തം ഇറിറ്റേഷനാണ്. പിന്നെ എല്ലാവരെയും അരിശം പിടിപ്പിക്കും. വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവും ജലദോഷം വന്നിട്ടുണ്ട്. ആ നാട്ടിലുള്ളവർക്ക് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും, എനിക്ക് അസ്വസ്ഥതയുണ്ട് ശരീരത്തിൽ, ജലദോഷം വന്നിട്ടുണ്ടെന്ന് നാട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്ന പോലെ നമ്മുടെ പ്രതികരണങ്ങൾ വന്നു വരും. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു തടസ്സങ്ങൾ, അസ്വസ്ഥതകൾ, രോഗങ്ങൾ, പീഡകൾ, ഞെരുക്കങ്ങൾ ഇതൊക്കെ വരുമ്പോഴും ഓർത്തോണം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണ്. ആത്മീയത എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തിൽ ആയിരിക്കുന്നതിനെയാണല്ലോ ആത്മീയത എന്ന് പറയുക. അപ്പോൾ ഈ ആത്മീയത അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയതയിൽ വളരാൻ ആഗ്രഹിക്കുന്ന നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാകേണ്ട ഒരു ബോധ്യമാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണ്. കർത്താവ് തന്നെയും ഒരുപാട് പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ ആവർത്തിച്ച് കാണുന്ന, എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വചനഭാഗമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എൻ്റെ ജനമാണ്. ഓർത്തോക്കിയേ, എത്ര പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എൻ്റെ ജനമാണ്. ആരുണ്ട് ഇതുപോലെ പറയാൻ? നമ്മുടെ കർത്താവല്ലാതെ ആര് പറയും ഇതുപോലെ ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ? ഒരു വലിയ ബന്ധം, പരസ്പര ബന്ധം അവിടെ കർത്താവ് സ്ഥാപിക്കുകയാണ്, ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. നിങ്ങളിനി ആരുടെയല്ല, ഈ ലോകത്തിൻ്റെ അല്ല, ലോകത്തിൻ്റെ ഒരു ശക്തിയുടെയും അല്ല, നിങ്ങൾ എൻ്റെ സ്വന്തമാണ്, നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റേത് മാത്രമാണെന്ന് എനിക്ക് ഏറ്റു പറയാൻ കഴിയുന്നുവെങ്കിൽ ആ സാന്നിധ്യത്തിൽ ഞാൻ ശക്തി പ്രാപിക്കുകയായി. ഓർത്തു നോക്കിയേ, വിവാഹിതരൊക്കെ അവരുടെ കൈകളിൽ വിവാഹമോതിരം ധരിക്കും. ജീവിത പങ്കാളിയുടെ പേര് അതിൽ എഴുതിയിട്ടുണ്ടാവും. ആ മോതിരം ധരിക്കുന്നതിൻ്റെയൊക്കെ അർത്ഥം, അന്ന് അവിവാഹിതരാകുന്ന അന്ന് മുതൽ
അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്ത്? ഞാൻ ഇനി ജീവിത പങ്കാളിയുടേത് മാത്രമാണ്. ഞാൻ ഇനി ലോകത്തിൽ ആരുടെയും സ്നേഹം തേടാൻ പോകുന്നില്ല. എനിക്ക് ഇനി സ്വന്തമായി സ്നേഹിക്കാൻ ഒരു വ്യക്തിയുണ്ട്. ഞാൻ ഈ ജീവിത പങ്കാളിയുടേത് മാത്രമാണ്. എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ അധികമായി, എൻ്റെ താല്പര്യങ്ങളെക്കാൾ അധികമായി ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. അതിൻ്റെയൊക്കെയുള്ളൊരു പ്രഖ്യാപനമല്ലേ വിവാഹമോതിരം? സത്യമല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മാമോദീസായിലൂടെ ആ ഉടമ്പടിയിൽ കർത്താവിൻ്റെ സ്വന്തമാണെന്ന് നമ്മൾ ഏറ്റുപറയുന്ന ആ ഉടമ്പടിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ഒരു ചിന്ത, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മാത്രമാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് എല്ലാ സമയവും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകുകയില്ല. ആ ശക്തിയും ആ സാന്നിധ്യവും ആ സാമീപ്യവും ഒക്കെ നമുക്ക് വീണ്ടും വീണ്ടും ധൈര്യം തന്നുകൊണ്ടേയിരിക്കും. ആ ഒരു ബോധ്യം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണെന്ന് ബോധ്യമുള്ളവരൊക്കെ എപ്പോഴും ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എന്തെങ്കിലും മനസ്സിൽ ഒരു ടെൻഷൻ ഫീൽ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു സമ്മർദ്ദം ചെലുത്തുകയാണ്. പെട്ടെന്ന് ഉത്തരം പറയണം, പെട്ടെന്ന് പ്രതിവിധി ഉണ്ടാക്കണം, പെട്ടെന്ന് പരിഹാരം കണ്ടെത്തണം. ഇങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആരുടെ അടുത്തും ഒന്നും പറയാനും പറ്റത്തില്ല, നമുക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സഹോദരനോട് പറയാം, സിസ്റ്ററെ, ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ എല്ലാവരോടും പുറത്ത് കിടക്കാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മുറി കയറും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും ഞാൻ നടക്കും. 10 പ്രാവശ്യം നടക്കും. നടക്കുമ്പോഴൊക്കെ ഉറക്കെ പറയും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മോനാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മോനാണ്. ഇത് തന്നെ കേൾക്കാവുന്ന സ്വരത്തിൽ ഒരു 10-15 പ്രാവശ്യം അങ്ങ് ഉറക്കെ പറയും. അത് കഴിയുമ്പോഴേക്കും മനസ്സ് ഏകദേശം ശാന്തമാവും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അതൊരു വലിയ പോസിറ്റീവ് എനർജിയാണ്. ഒന്ന് പറഞ്ഞു നോക്കി, മനസ്സിൽ എപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മോളാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മോനാണ്. പിന്നെ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റും? പിന്നെ ആർക്കും നമ്മളെ തകർക്കാൻ പറ്റും? എത്ര വലിയ കടബാധ്യത വന്നാലും, എത്ര വലിയ രോഗം വന്നാലും, എത്ര വലിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും, എൻ്റെ ദൈവത്തിൻ്റെ മകനും മകളുമാണ് ഞാനെങ്കിൽ ഈ അപ്പനുള്ള സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു അവകാശം എനിക്കുമില്ലേ? അപ്പനുള്ള എല്ലാ സ്വത്തിൻ്റെയും അവകാശം എനിക്കുമില്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പൻ്റെ മനസ്സിലുള്ള സന്തോഷം മുഴുവൻ, സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ഹൃദയത്തിലുള്ള സന്തോഷവും സ്നേഹവും സമാധാനം, അത് മുഴുവൻ എനിക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ ഉത്കണ്ഠപ്പെടുന്നത്? പിന്നെ ഞാൻ എന്തിനാ തളർന്നു പോണത്? പിന്നെ ഞാൻ എന്തിനാ കരയണത്? പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണത്? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എല്ലാ സമയവും. എൻ്റെ ദൈവം എൻ്റെ കൂടെ എല്ലാ സമയവും ഉണ്ട്. ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കുകയല്ല. കാരണം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. യോഗ്യത ഉണ്ടായിട്ടല്ല കേട്ടോ, ഒരു പുണ്യം ഉണ്ടായിട്ടല്ല, ഒരു മിടുക്കും കണ്ടിട്ടല്ല, ഒരു നല്ല പ്രവൃത്തിയും കണ്ടിട്ടല്ല, മറിച്ച് കർത്താവ് അങ്ങ് സ്നേഹിക്കുകയാണ്. വല്ലാണ്ട് സ്നേഹിച്ചു കർത്താവ്. സത്യമല്ലേ? വല്ലാണ്ട്, എനിക്ക് ആ വാക്ക് പറയാൻ വലിയ ഇഷ്ടമാണ്. വല്ലാണ്ട് സ്നേഹിച്ചു കർത്താവ്. അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്, അതുകൊണ്ടാണ് മുദ്രമോതിരം പോലെയാക്കണത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജോസഫ് കുപ്പർത്തീനോ എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ട്. നല്ലൊരു വിശുദ്ധനാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വിശുദ്ധനാണ്. കാരണം എന്താണെന്നറിയോ? ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത മനുഷ്യൻ, ഒന്നും എഴുതാനും വായിക്കാനും, സ്വന്തം പേര് പോലും വൃത്തിക്ക് മെനക്ക് എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ലൊരു വിശുദ്ധനാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ. അപ്പോൾ ഈ ജോസഫ് കുഞ്ഞുനാളിൽ പഠനത്തിൽ വളരെ പുറകിൽ, എന്നും 0 മാർക്കാണ്. എന്തിലും, ഏത് വിഷയത്തിലും 0 മാർക്കാണ്. പക്ഷേ എത്രയധികം പരിഹസിക്കപ്പെട്ടിട്ടും, എത്രയധികം തഴയപ്പെട്ടിട്ടും, എത്രയധികം എല്ലാവരാലും പിന്തള്ളപ്പെട്ടിട്ടും ഈ സഹോദരൻ കർത്താവിൽ അങ്ങ് വിശ്വസിച്ചു, കർത്താവിൽ അങ്ങ് ആശ്രയിച്ചു, കർത്താവിൽ അങ്ങ് ശരണപ്പെട്ടു. സ്വന്തം അമ്മ പോലും വേദനയോടെ പലതും പറഞ്ഞിട്ടുണ്ട്. സെമിനാരിയിൽ പല പ്രാവശ്യം ചേരാൻ പോയി. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ പറഞ്ഞു വിടും, പോയിക്കോളാൻ പറയും. ഇനി ഇങ്ങനെ ഒരു സെമിനാരിയിൽ ഇവിടെ നിൽക്കണ്ടെന്ന് പറയും. അവർ തിരിച്ച് പറഞ്ഞു വിടുമായിരുന്നു നമ്മുടെ ജോസഫിനെ. ജോസഫ് വീണ്ടും കരഞ്ഞുകൊണ്ട് വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും ജോസഫ് പോവും, പിന്നെയും പോവും. അങ്ങനെയായിരുന്നു നമ്മുടെ ജോസഫ്. ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ഈ മോൻ. എല്ലാവരും കളിയാക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ എന്താ പറയുക, ഭിക്ഷക്കാരോട് കാണിക്കുന്ന ഒരു കരുണ പോലും ഈ മകനോട് കാണിക്കാറില്ല. വളരെയധികം ക്രൂരമായിട്ട്
ഈ ജോസഫിനോട് അവിടെയുള്ളവരൊക്കെ പെരുമാറുമായിരുന്നു. കാരണം ജോസഫിൻ്റെ പെരുമാറ്റം അങ്ങനെയാണ്. ഒരു ബുദ്ധിയില്ലാത്ത, ബോധമില്ലാത്ത, വീണ്ടും വിചാരമില്ലാത്ത, ഒരു നല്ല കാര്യവും ചെയ്യാൻ അറിയത്തില്ലാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ജോസഫിനെ പരിഹസിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും ജോസഫ് വല്ലാണ്ട് നിരാശയിലേക്കൊന്നും പോയില്ല. സങ്കടമൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും സങ്കടം ഇല്ലാതിരിക്കുമോ? എല്ലാവരും കൂടെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും വേദനയൊക്കെ ഉണ്ടെങ്കിലും ജോസഫ് അതത്ര വലിയ കാര്യമാക്കിയില്ല. ജോസഫ് കർത്താവിൻ്റെ കൈകളിലേക്ക് ഓരോ വേദനയും കൊടുത്തുകൊണ്ടേയിരുന്നു, ഓരോന്നും കൊടുത്തുകൊണ്ടേയിരുന്നു. പിന്നെയും അങ്ങ് വിശ്വസിക്കുകയാണ്, പിന്നെയും വിശ്വസിക്കുകയാണ്. ഒരിക്കൽ അഭിമന്യ പിതാവ് വന്നിട്ട് ജോസഫിനോട് സംസാരിക്കുകയാണ്. ഇദ്ദേഹത്തെ സെമിനാരിയിൽ നിർത്തണോ നിർത്തണ്ടേ ഒരു വലിയ തീരുമാനമൊക്കെ എടുക്കാനുള്ള പാകത്തിന് വന്നിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ. ജോസഫിനെ വെറുതെ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചു, ജോസഫേ, തൃത്വത്തെക്കുറിച്ചൊക്കെ നിനക്ക് എന്തറിയാം? തൃത്വത്തെക്കുറിച്ച്, തൃത്വേക ദൈവത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ജോസഫ് ഒന്നും പഠിച്ചിട്ടില്ലെന്ന് ഓർക്കണം, ഒന്നും അറിയത്തില്ല, ഒരു കാര്യം പോലും വൃത്തിക്കും മെനയ്ക്കും പറയാൻ അറിയത്തില്ല. ജോസഫ് എന്താ പറഞ്ഞതെന്നറിയോ? ഒരു ഷോൾ ഇങ്ങോട്ട് എടുത്തിട്ട് അത് 3 ആക്കി മടക്കി, വളരെ എളുപ്പത്തിൽ 3 ആക്കി മടക്കിയിട്ട് ആ 3 ആക്കി മടക്കിയ ഷോൾ ഇങ്ങനെ പിടിച്ചിട്ട് പിതാവിനോട് പറഞ്ഞു, ഇതാണ് തൃത്വത്തിൻ്റെ രഹസ്യം, ഇങ്ങനെ എനിക്ക് അറിയത്തുള്ളൂ പിതാവേ. 100 മാർക്ക് കിട്ടി ജോസഫിന്. ജോസഫിൻ്റെ ഉള്ളിൽ ദൈവിക ജ്ഞാനം എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഒരു ദൈവിക സാന്നിധ്യം ജോസഫിലുണ്ടായിരുന്നു. ജോസഫിനെ എങ്ങനെയാണ് ജനം അറിയണമെന്നറിയോ? പറക്കുന്ന വിശുദ്ധൻ എന്നാ പറയുക. കാരണം എന്താണെന്നറിയോ? എപ്പോൾ ഈശോ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇനി ജോസഫിൻ്റെ മനസ്സിൽ തന്നെയും ദൈവമേ അങ്ങനെ ഒരു ചിന്ത വന്നാൽ മതി. ജോസഫ് ആണ്ടേ അന്തരീക്ഷത്തിൽ പൊന്തിപ്പോവും, മേലേക്ക് പൊന്തിപ്പോവുന്ന് ബലി കർപ്പിക്കുമ്പോൾ എത്ര പ്രാവശ്യം മുട്ടുകുത്തി നിന്ന ജോസഫിനെ പിന്നെ കാണാൻ പറ്റില്ല. പിന്നെ ആകാശത്തോട്ട് പോയി. പിന്നെ ജോസഫിന് അധികാരികൾ വന്ന് താഴേക്ക് വാ മോനേന്ന് വിളിച്ചിറക്കുമ്പോഴേ ജോസഫിന് വരാൻ പറ്റുള്ളൂ. മനഃപൂർവ്വം പോണതല്ല കേട്ടോ, കർത്താവ് കൊടുക്കുന്ന വലിയൊരു കൃപയാണ്. പറക്കുന്ന വിശുദ്ധൻ, അങ്ങനെയാ ജോസഫിനെ കുറിച്ച് പറയുക. ജോസഫ് കുപ്പർത്തീനോ, ഈ ജോസഫ് കുപ്പർത്തീനോ വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു വലിയ മധ്യസ്ഥനാണ്. ഒത്തിരി മക്കള്, പ്രത്യേകിച്ച് പഠിക്കാനൊക്കെ പുറകോട്ട് നിൽക്കുന്ന മക്കള്, ഒത്തിരി പേര് അനുഭവങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങി. കാരണം വിശുദ്ധനറിയാം പഠിക്കാൻ പറ്റാത്തതിൻ്റെ വേദന, എത്ര ശ്രമിച്ചിട്ടും തോറ്റുപോകുന്നതിൻ്റെ നൊമ്പരം, എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു വാക്ക് പോലും വൃത്തിക്കും മെനയ്ക്കും ഓർത്ത് പറയാനോ എഴുതാനോ സാധിക്കാത്ത അനുഭവം, അതിൻ്റെ വേദന ഒത്തിരി അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ജോസഫിന് വിദ്യാർത്ഥികളുടെ മനസ്സ് വായിക്കാൻ പറ്റും എളുപ്പത്തിൽ. ഈ വിശുദ്ധൻ ഇങ്ങനെയുള്ള വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥനാ സഹായം തരും. സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിച്ച് അവരെ ബലപ്പെടുത്തൂ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ, പറക്കുന്ന വിശുദ്ധൻ, ഒന്നേ ഉള്ളൂ യോഗ്യതയായി. എന്താണെന്നറിയോ? ഈശോയെ സ്നേഹിച്ചു, വല്ലാണ്ട് സ്നേഹിച്ചു. ഈശോ തിരഞ്ഞെടുക്കുകയാണ്, മുദ്രമോതിരം പോലെ ആക്കുകയാണ്. ഈ ജോസഫിനെ ആരെങ്കിലും മറക്കുമോ? ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നുമില്ലാത്തവൻ, ഒരു കാര്യവും നല്ലതെന്ന് പറയാനില്ലാത്തവൻ, പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ശക്തമായത്. സഹോദരി, നീ ഒരിക്കലും ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടിട്ട്, നീ ഒരിക്കലും നിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഈ കോട്ട അല്ലെങ്കിൽ ഈ മതിൽ അല്ലെങ്കിൽ ഈ വലിയ വാതിൽ അത് കണ്ടിട്ട് തളർന്നു പോകല്ല്, കരഞ്ഞു പോകല്ല്, മുഖം വാടല്ല്, കണ്ണ് നിറയല്ല്. എന്നാ ചെയ്യണമെന്നറിയാവോ? മനസ്സിൽ പറയണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളാണ്. ഒന്ന് ഉറക്കെ ഒരു 10 പ്രാവശ്യം നീ ഒന്ന് പറഞ്ഞു നോക്കിയേ. നിൻ്റെ മനസ്സിൽ ആ ശക്തി നിറയാൻ ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകളാണ്, വിശിഷ്ടമായ സ്ഥാനം എനിക്ക് ദൈവം തന്നിരിക്കുന്നു, തോറ്റുപോകേണ്ടവളല്ല ഞാൻ, ഈ ഒരു ബോധ്യം എനിക്ക് തന്ന നല്ല ദൈവം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, എന്നെ വിജയത്തിലേക്ക് നയിക്കാൻ, എന്നെ തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. മനസ്സ് പതറിപ്പോയേക്കല്ല്, മനസ്സ് തളർന്നു പോയേക്കല്ല്. എത്ര കോടികളുടെ കടബാധ്യതയുണ്ടെങ്കിലും, മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമയാണെങ്കിലും, ഒരിക്കൽ പോലും ജോലി കിട്ടുന്നില്ല, വിവാഹം നടക്കുന്നില്ല, പറമ്പിൻ്റെ വിൽപ്പന നടക്കുന്നില്ല, എന്ത് തടസ്സമാണെങ്കിലും സഹോദര, നിൻ്റെ ഉള്ളിൽ നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. ആർക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ല. നീ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു കുഞ്ഞേ. അനേകരുണ്ട്, അവരെക്കാൾ അധികം സ്നേഹം നിൻ്റെ ദൈവം നിന്നോട് കാണിച്ചില്ലേ? അവരെക്കാൾ അധികം കാരുണ്യം നിന്നോട് നിൻ്റെ ദൈവം കാണിക്കുന്നില്ലേ? നമുക്ക് വിശ്വസിക്കണം, നല്ല ദൈവം എനിക്ക് നന്മയായിട്ടുള്ളതേ വരത്തുള്ളൂ, എനിക്ക് നന്മയായിട്ടുള്ളത് മാത്രമേ എൻ്റെ ദൈവം എനിക്ക് നൽകത്തുള്ളൂ. ഈ കർത്താവിൻ്റെ സാന്നിധ്യം എന്നും, ഈ കർത്താവിൻ്റെ കാരുണ്യം എന്നും എന്നെ വഴി നടത്തും. കാരണം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട മകനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട മകളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ തിന്മയായിട്ടുള്ളതിനെ മുഴുവൻ നന്മയാക്കി അവൻ മാറ്റും.
ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ എൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ആ സാമീപ്യവും ആ സാന്നിധ്യവും എന്നും നമുക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, മനസ്സിൽ പലപ്പോഴും എനിക്കൊന്നുമില്ലാന്നും അറിവില്ലാന്നും കഴിവില്ലാന്നും ചെയ്യാൻ കഴിയില്ലാന്നും എനിക്ക് അതിനുള്ള ഒരു അവസരമില്ലാന്നും എന്തോരം പ്രാവശ്യം ഞാൻ പറഞ്ഞു. കർത്താവെ, നീ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, നീ എൻ്റെ സ്വന്തമാണ് എന്ന് പറയുന്ന ആ മുഖം കർത്താവെ ഒരിക്കലും മാഞ്ഞു പോകാൻ, എൻ്റെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകാൻ ഇടയാക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സാമീപ്യവും എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും പിന്തിരിഞ്ഞു പോകാൻ, പരാജയപ്പെട്ടു പോകാൻ ഇടയാക്കല്ലേ കർത്താവെ. എത്ര ഞെരുക്കത്തിൻ്റെ ഇടയിലും എത്ര വലിയ ക്ലേശത്തിൻ്റെ നടുവിലും ഞാൻ നിൻ്റെ സ്വന്തമാണെന്നും നീ എൻ്റേതാണെന്നും ഈ വലിയ ഉടമ്പടി എന്നും കാത്തു സൂക്ഷിക്കാൻ കൃപ തരണമേന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.